ഡെയിലി നമ്മൾക്ക് എപ്പോഴും ഒരു ടെൻഷനാണ്, എന്താ ടിഫിൻ ഉണ്ടാക്കുന്നത്. ദോശ ഡെയിലി ഉണ്ടാക്കി കൊടുത്താൽ അത് ബോറടിക്കും. അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചു. വെറൈറ്റി ഒന്നല്ല, ചുമ്മാ ഒരു തട്ടിക്കൂട്ടൽ. അപ്പോൾ അങ്ങനെ ഒരു ചെമ്പ പുട്ടുപൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പുട്ടുപൊടി കുറച്ചെടുത്തു. പിന്നെ കുറച്ച് അവിലിരിക്കുന്നുണ്ടായിരുന്നു, റെഡ് റൈസിൻ്റെ അവിൽ. അത് കുറച്ച് ഫ്രൈ ചെയ്ത് അത് പൊടിച്ച് മിക്സിയിലിട്ട് പൊടിച്ച് അതിൽ കൂടെ ചേർത്തു, പുട്ടുപൊടിൻ്റെ കൂടെ ചേർത്തു. എന്നിട്ട് നമ്മുടെ എപ്പോഴത്തെയും രഹസ്യമായ ഒരു പരസ്യമായ നമ്മുടെ ആദ്യം മൾട്ടിഗ്രെയിൻ ഹെൽത്ത് മിക്സ് അതിൽ കൂടെ ആഡ് ചെയ്തു. അത് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് അത് മിക്സ് ചെയ്ത് പറഞ്ഞാൽ എങ്ങനെ അറിയാൻ പറ്റില്ല. അപ്പോൾ അതിൽ കൂടെ എന്താ പറയുക 2 സ്പൂൺ ആഡ് ചെയ്ത് നല്ല മിക്സ് ചെയ്ത് സാധാ എന്താ പറയുക നമ്മൾ പുട്ടിന് നനച്ചെടുക്കില്ലേ, അതേമാതിരി നനച്ചെടുത്ത് നല്ല തേങ്ങയും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ട് നമ്മുടെ പുട്ടിൻ്റെ പരുവത്തിലാക്കിയിട്ട് ഇതേമാതിരി എടുത്തിട്ട് നമ്മൾ സാധാ പുട്ട് എന്താ പറയുക സ്റ്റീം ചെയ്തെടുത്തിട്ട് നമ്മൾക്ക് അടിപൊളി പുട്ട് കഴിക്കാം. അപ്പോൾ ഹെൽത്ത് മിക്സ് ഇട്ടിട്ടുണ്ടോയെന്നോ അവലിട്ടിട്ടുണ്ടോയെന്നോ ഒന്നും അറിയാൻ പറ്റില്ല. അവലൊക്കെ നല്ല ഹെൽത്തി ഫുഡാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ രഹസ്യമായിട്ട് കൊടുക്കുക കുട്ടികൾക്ക്. പക്ഷെ അവർക്ക് അറിയാൻ പറ്റില്ല അങ്ങനെ. അപ്പോൾ ഇതാണ് നമ്മുടെ പുട്ട്. ഇന്നേ ഞാൻ പുട്ടുണ്ടാക്കിയിട്ട് കൊണ്ട് കൊടുത്തു ആൾക്ക്. കഴിച്ച് കഴിയാറായപ്പോൾ ഞാൻ ചോദിച്ചു, കാരണം ഒരു വീഡിയോ എടുക്കട്ടോടാന്ന് ചോദിച്ചപ്പോഴേ അമ്മ ഇതിൽ ഹെൽത്ത് മിക്സ് ചേർത്തിട്ടുണ്ടല്ലേ എന്നാണ്ട് ഒരേ വഴക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി വേണ്ട, ഞാനിനി കൂടുതൽ അറിയിപ്പിക്കണ്ട, ഉള്ളത് കഴിക്കുന്നതും ഇല്ലാതാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളുണ്ടാക്കിയ ഹെൽത്ത് മിക്സും അവിൽ പൊടിച്ചതും നമ്മുടെ ചമ്പ പുട്ടുപൊടിയും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട്. അപ്പോൾ അവിലാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ഫുഡാണ്. അവിലാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പോൾ നമ്മൾ മുന്നൊക്കെ അവിൽ നനച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയൊന്നും കൊടുത്താൽ കൂടുതൽ കഴിക്കുന്നില്ല. മധുരം കട്ട് ആ കട്ട് ഈ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പം പുട്ടിൻ്റെ കൂടെ നമുക്ക് അറിയാണ്ട് പോവുകയും ചെയ്യും. ഇപ്പോൾ ഹെൽത്ത് മിക്സ് ഇട്ടിട്ടുണ്ട് നമുക്ക് എങ്ങനെ ഞാൻ പറഞ്ഞാൽ മാത്രമേ അറിയുന്നുള്ളൂ, അല്ലാണ്ട് ഒരു വിധത്തിലും കണ്ടുപിടിക്കാൻ പറ്റുമില്ല. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക കടലക്കറിയൊക്കെ കഴിക്കും. ഞാൻ കടലക്കറി ഉണ്ടാക്കിയില്ല, അപ്പോൾ പഞ്ചസാര കൂട്ടിയിട്ട് കഴിക്കുന്നത്. അപ്പോൾ കടലക്കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കും ആർക്കും അതെ ഒട്ടും അറിയാണ്ട് കഴിക്കുകയും ചെയ്യും. ഉള്ളിൽ നല്ലൊരു ഹെൽത്തി ഫുഡ് പോവുകയും ചെയ്യും, നമുക്ക് നല്ലൊരു സമാധാനം കിട്ടുകയും ചെയ്യും. അങ്ങനെ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പിലേക്കാണ് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേമാതിരിയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. വലിയവർക്കാണെങ്കിൽ നമുക്കും കഴിക്കാം, അവരുടെ കൂടെ തന്നെ നമുക്കും കഴിക്കാം. ഒരു എന്താ പറയുക സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത സംഭവം, നല്ല സാധനങ്ങളല്ലേ, അപ്പോൾ നമുക്ക് കഴിക്കുന്ന സന്തോഷമൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വലിയവർക്കാണെങ്കിൽ ചില ഹെൽത്ത് മിക്സ് കൂടുതലും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അവർക്കാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് അറിയാതെ വയസ്സായവർക്കൊക്കെ അങ്ങനെ കൊടുത്തിട്ട് കഴിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ ബൈ.